എനിക്ക് വേറെ പെമ്പിളാരും ഉണ്ട്. ശരി, ഇപ്പൊ ഞാൻ പറഞ്ഞേക്ക് നീ വീട്ടിൽ പോയി നിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, ഇന്നൊരു ചെറിയ പ്രാങ്ക് കൊടുക്കാൻ പോവാണ് ചിന്നാപ്പിക്ക്. മറ്റൊന്നുമല്ല, ഞാൻ ചിന്നാപ്പ എടുത്ത് ഇപ്പൊ ഡയറക്റ്റായിട്ട് പോയി പറയാൻ പോവാണ്. കാരണം ഞങ്ങള് ഇന്നലെ ജസ്റ്റ് ചെറുതായിട്ടൊരു ക്രാഷ് ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് ആ ഒരു റീസൺ ഞാൻ മുതലെടുക്കുകയാണ്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ പറയും ചിന്നെടുത്ത് ചിന്നു ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യും, ഇന്ന് ഞാൻ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് അവളെ വീട്ടിലോട്ട് ഞാൻ അവളെ ഒഴിവാക്കുവാണ് എന്റെ കയ്യിൽ നിന്ന്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സംഭവം വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഓക്കെ, അപ്പൊ ചിന്നാപ്പിട എക്സ്പ്രസ് ചിന്നപ്പ എന്തായിരിക്കും പറയുന്നത്, ചിന്നാപ്പിട ഒരു രീതി എന്തായിരിക്കും അവള് ചെയ്യുന്ന റിയാക്ട് ചെയ്യുന്നത്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിട്ട്. അപ്പൊ എല്ലാവരും വീഡിയോ ഇട്ട് വായിക്കാം. അപ്പൊ ചിന്നാപ്പ നോക്കാൻ, ചിന്നപ്പ റൂമിലായിരിക്കും. അപ്പൊ നോക്കാം. ചിന്നു, ഞാൻ കഥ ഒന്ന് ഊറ്റി കേട്ടാ. കൊച്ചു ഉറങ്ങുക. നീ കേക്കണ്ടെങ്കിൽ ഞാൻ പാടില്ല. നീ ഇവിടെ ഈ വീട്ടിൽ നിക്കണ്ട. ഞാൻ പാടില്ല, ഈ വീട്ടിൽ നിക്കണ്ട. നിന്റെ വീട്ടിൽ പോയി നിക്കണം. നീ പോയി നിക്ക്. കൊണ്ടാകത്തൊന്നും ഇല്ല, അങ്ങ് പോയാ മതി. അവനെ കൊച്ചിനെ കൊണ്ട് പോയിക്കോ. ഞാൻ പറഞ്ഞ കൊച്ചിനെ കൊണ്ട് പോകണ്ട, പോയിക്കോ നീ. നിനക്കത് പറഞ്ഞാൽ മതി. കൊച്ചും വേണ്ട, എന്നെ വേണ്ട, കണ്ടവൾമാരൊക്കെ മതിയല്ലോ. ആ മതി, ഇപ്പൊ തക്കാലം അത് മതി. പോയി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നീ കേട്ടോ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞു. നിനക്ക് പറ്റും. ഇപ്പൊ ഒന്നിനും താല്പര്യം കാണത്തില്ല. എന്നെ ഇഷ്ടമാണ്, എന്റെ കൊച്ചിനെ ഇഷ്ടമല്ല, ഞങ്ങളെ നോക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് വേണ്ടി ഒന്നും മേടിച്ചു തരാൻ പറ്റത്തില്ല. കാണുമാർക്ക് അതും ഇത് മേടിച്ചു കൊടുക്കാം. അവള് കറക്കാൻ കൊണ്ടുപോകാം, വണ്ടി കയറ്റി എല്ലാത്തിനും അവന് പറ്റും. നീ ഇന്നലെ ഇതൊന്നും അല്ലല്ലോ. നീ ഇപ്പൊ ഞാൻ പറഞ്ഞേക്ക് നീ വീട്ടിൽ പോയി നിൽക്കുന്നത്. എന്നാ പോ, വൈകിട്ടാവും എന്റെ ഡ്രസ്സെല്ലാം എടുത്തോണ്ട് പോകും. കൊച്ചിനെ കൊണ്ടുപോയിക്കും. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞേ പറ്റത്തുള്ളൂ. റീസൺ നീ എന്തോ, നീ എപ്പോഴും ചുമ്മാ നിനക്ക് സംശയം രോഗം, എപ്പോഴും എന്റെ ഫോൺ സെർച്ച് ചെയ്യുക, കാണുക, ആ പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കുക, നിൽക്കുക. അത് എന്നും നീ വഴക്കിടുമ്പോ മെന്റലി ആയിട്ട് നമുക്ക് ആർക്കായാലും ദേഷ്യം വരും. സെർച്ച് ചെയ്യാതിരിക്കാനായിട്ട് എന്തെങ്കിലും കാരണം കാണുമല്ലോ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തോ എനിക്ക് എന്റെ ഫോൺ നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും ഉടായിപ്പ് ഉണ്ടായിട്ടല്ലേ നീ ഫോൺ. അതിപ്പോ എന്തോരം കഴിക്കാം. ഇതാ പറഞ്ഞ എനിക്ക് നിന്റെ സ്വഭാവം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ വീട്ടിൽ പോയി നിൽക്കാം. അതേ ശരിയാകത്തുള്ളൂ. ചെറിയൊരു ഫോൺ സെർച്ച് ചെയ്യുന്നുള്ള കാരണത്തിൽ ഒരാളെ പറഞ്ഞ് വീട്ടിൽ വിടാൻ പോകും. അതൊക്കെ എന്ത് ഞാൻ നിന്റെ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നീ എന്തായാലും വൈകിട്ട് വീട്ടിൽ പോകും, അതാ നല്ലത്. കേട്ടാ, പറഞ്ഞേട്ടാ, വീട്ടിൽ പോണം കേട്ടല്ലേ വൈകിട്ട്. എത്ര കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. നമ്മളെ കഴിഞ്ഞൊന്നും കാണിക്കണ്ട, നീ വീട്ടിൽ പോയാ മതി. നീ കഴിഞ്ഞൊന്നും കാണിക്കണ്ട. എനിക്ക് വേറെ പെമ്പിളാരും ഉണ്ട്. ശരി, ഞാൻ എന്താ പുറത്തോട്ട് പോവാ. പോയിട്ട് വരുമ്പോ രണ്ടും കാണരുത് കേട്ടല്ലേ. നീ കൊച്ചിനെ വിളിച്ചിട്ട് പൊക്കാണ്. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞോളാം നിന്റെ കേട്ടല്ലേ. ശരി. അപ്പൊ ചിന്നാപ്പി കലിപ്പിലാണ്. ചിന്നാപ്പി ഭയങ്കര കരയുന്നൊക്കെ ഉണ്ട് അവിടെ കിടന്ന്. അപ്പൊ എന്ത് തിരിച്ചെത്താൻ ഞാൻ ഇപ്പൊ പോകുന്നില്ല, കുറച്ച് കഴിഞ്ഞ് പോയി ഞാൻ സമാധാനിപ്പിച്ചോളാം. ഞാൻ പറഞ്ഞ ഓക്കെ ആയിക്കോളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഗൈസ്. അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ഏത് വീഡിയോ ആണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ അതേപോലെ ഞാൻ പ്രാങ്ക് ചെയ്യുന്നതായിരിക്കും ചിന്നാപ്പിയെ. അപ്പോൾ ഓക്കെ, ബൈ.